അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ ദുറൂസുൽ ലസാൻ എന്ന വിഷയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരി അടയാളപ്പെടുത്താനാണ് ഒന്നാമത്തേത്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് നോക്കാം. ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം? അപ്പോൾ 3 കോളത്തിലായിട്ട് ഇങ്ങനെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ശരിയുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തിയാൽ മതി. അതിൽ 5 എന്ന് കൊടുത്തിട്ടുണ്ട്, 4 എന്നും കൊടുത്തിട്ടുണ്ട്, 6 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ ആൻസർ ഏതാണ്? 6 ആണ്. 2, മോമിനിൻ്റെ ആയുധമാണ്. മോമിനിൻ്റെ ആയുധമാണ് ദുആ എന്നും കൊടുത്തിട്ടുണ്ട്, സ്വലാത്ത് എന്നും കൊടുത്തിട്ടുണ്ട്, സൗം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? ദുആ ആണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തത് ലാ യദ്ഖുലുൽ ജന്നത. ലാ യദ്ഖുലുൽ ജന്നത നായിമുൻ കാത്തിഉൻ മാക്കിറുൻ. അപ്പോൾ ഏതാണ് ശരിയായത്? കാത്തിയും ആണ്. ഇനി നാലാമത്തത് നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് വെള്ളി, ബുധൻ, വ്യാഴം. അപ്പോൾ ഏത് ദിവസമാണ്? വ്യാഴാഴ്ചയാണ് നോമ്പ് സുന്നത്തുള്ള ദിവസം. വ്യാഴം തിങ്കളൊക്കെയാണ് നോമ്പ് സുന്നത്തുള്ള ദിവസം. ഇനി 5, 2 വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പാണ്. 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ്. ഏതാണ്? സൗമു അറഫ, താസുആ, ആഷൂറ. അപ്പോൾ ഏതാണ് ശരിയായത്? സൗമു അറഫയാണ്. ഇനി രണ്ടാമത്തത് നമുക്ക് യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രാക്കറ്റിലുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഷുഹദായ് 3 ആകുന്നു, നാവ്, സ്വഹാബികൾ 2, അല്ലാഹു, സ്വാലിഹുകൾ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ. ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? അവിടെ എന്താണ്? 3 ആക്കുന്നു. എന്താണ്? 3 ആക്കുന്നു. ഇനി രണ്ടാമത്തേത് നോക്കാം. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ. കാണപ്പെടുന്നവയെ കേൾക്കുന്നവന് ആരാണ്? അല്ലാഹു. അവിടെ എന്താണ്? അല്ലാഹു. 3, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ. എന്താണ്? സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ. ഉത്തരം എന്താണ്? ഷുഹദാ ആണ്. എന്താണ്? ഷുഹദാ. 4, നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്. നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ. എന്താണ്? സ്വഹാബികൾ. ഇനി മൂന്നാമത്തത് വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ കുറിച്ച് നോക്കാം. അല്ലാഹു തആല അനുഗ്രഹിച്ചവർ. അല്ലാഹു തആല അനുഗ്രഹിച്ചവർ. ഉത്തരം എന്താണ്? ഉത്തരം നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ആരൊക്കെയാണ്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇനി 2, വിശ്വാസപരമായ ത്വരീഖത്തുകൾ. വിശ്വാസപരമായ ത്വരീഖത്തുകൾ. ഉത്തരം എന്താണ്? അശ്അരി, മാതുരീദി. ഏതൊക്കെയാണ്? അശ്അരി, മാതുരീദി. 3, ബാങ്ക് കേൾക്കുമ്പോൾ ചെയ്യേണ്ടത്. ബാങ്ക് കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉത്തരം ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. എന്താണ്? ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. ഇനി 4, പുണ്യം കൂടിയ പള്ളികൾ. പുണ്യം കൂടിയ പള്ളികൾ ഏതൊക്കെയാണ്? ഉത്തരം മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ഏതൊക്കെയാണ്? മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ഇനി നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദുആ എന്നാൽ എന്ത്? ദുആ എന്നാൽ എന്താണ്? ഉത്തരം ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനയാണ് ദുആ. എന്താണ്? ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനയാണ് ദുആ. ഇനി രണ്ടാമത്തത് ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? ഉറക്കം എന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഉത്തരം ഉറക്കം മരണത്തെയും പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തും. ഉറക്കം മരണത്തെയും പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തും. 3, ഭാര്യയുടെ കടമ എന്ത്? ഭാര്യയുടെ കടമ എന്താണ്? ഉത്തരം ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ. എന്താണ്? ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ. ഇനി 4, അത് ഖൽബിനെ കഠിനമാക്കും ഏത്? അത് ഖൽബിനെ കഠിനമാക്കും ഏത്? ഉത്തരം ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കൽബിനെ കഠിനമാക്കും. ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കൽബിനെ കഠിനമാക്കും. ഇനി 5, അല്ലാഹു ബന്ധം പുലർത്തും ആരോട്? അല്ലാഹു ബന്ധം പുലർത്തും ആരോട്? ഉത്തരം കുടുംബബന്ധം ചേർക്കുന്നവരോട് അല്ലാഹു ബന്ധം പുലർത്തും. എന്താണ്? കുടുംബബന്ധം ചേർക്കുന്നവരോട് അല്ലാഹു ബന്ധം പുലർത്തും. 6, അല്ലാഹുവിനെ അറിയാൻ എന്തു വേണം? അല്ലാഹുവിനെ അറിയാൻ എന്തു വേണം? ഉത്തരം പ്രപഞ്ചത്തിന്റെ വിസ്മയത്തിലേക്ക് നോക്കണം. അല്ലാഹുവിനെ അറിയാൻ എന്താ വേണ്ടത്? പ്രപഞ്ചത്തിന്റെ വിസ്മയത്തിലേക്ക് നോക്കണം. 7, സമസ്ത രൂപീകരിച്ചത് എന്തിന്? സമസ്ത രൂപീകരിച്ചത് എന്തിനാണ്? ഉത്തരം സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ. സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ. 8, കുടുംബജീവിതം സന്തോഷകരമാകാൻ എന്ത് വേണം? കുടുംബജീവിതം സന്തോഷകരമാകാൻ എന്താ വേണ്ടത്?
ഉത്തരം പരസ്പര സ്നേഹം, വിട്ടുവീഴ്ച, മനോഭാവം. എന്തൊക്കെയാണ്? പരസ്പര സ്നേഹം, വിട്ടുവീഴ്ച, മനോഭാവം. ഇനി അഞ്ചാമത്തത് കണ്ടെത്താം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെഹറാജ് രാവ്. മെഹറാജ് രാവ് എന്നാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? റജബ് 27. എങ്ങനെയാണ്? റജബ് 27-നാണ് മെഹറാജ് രാവ്. 2 അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖ് ഏതാണ്? ദുൽഹിജ്ജ 11, 12, 13. ഏതാണ്? ദുൽഹിജ്ജ 11, 12, 13. 3 അറഫ ദിവസം. അറഫ ദിവസം ഏതാണ്? ദുൽഹിജ്ജ 9. ഏതാണ്? ദുൽഹിജ്ജ 9. 4 ബറാത്ത് രാവ്. ബറാത്ത് രാവ് ഏതാണ്? ഷഅബാൻ 15. ഏതാണ്? ഷഅബാൻ 15. ഇനി ആറാമത്തത് സാരം എഴുതാം. സാരം എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വമൻ യുഅല്ലിം ശആഇറ ല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. എന്താണ്? വമൻ യുഅല്ലിം ശആഇറ ല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അപ്പം അതിൻ്റെ ആശയം എന്താണ്? അള്ളാഹുവിൻ്റെ ഷആഇറുകളെ ആദരിക്കൽ കൽബുകളുടെ തെക്കവയിൽപ്പെട്ടതാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ ഷആഇറുകളെ ആദരിക്കൽ കൽബുകളുടെ തെക്കവയിൽപ്പെട്ടതാണ്. ഇനി 2 ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. ഇനി മൂന്നാമത്തത് മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിറി ഫൽയസിൽ റഹിമഹു. അപ്പം അതിൻ്റെ ആശയം എന്താണ്? ഉത്തരം ഒരാൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. എന്താണ്? ഒരാൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. അപ്പോൾ ഇതുവരെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നേറണേ.